ചില നേതാക്കന്മാരാണെങ്കിൽ ഷർട്ടങ്ങോട്ട് തേച്ച് ഇങ്ങനെ പറക്കുകയാണ്, ഇങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെ അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കലും കൈ ചേർന്നിരിക്കത്തില്ല, ഇങ്ങനെയാണ് പോകുന്നത്. അതൊക്കെ കാണിക്കുന്നത് എന്താ? ഞാനൊരു സാധാരണക്കാരനല്ല, ഞാനൊരു പ്രത്യേകതരം ആളാണ്. VM സുധീരൻ്റെ പ്രധാനപ്പെട്ട യോഗ്യത, എനിക്കൊരു 40-45 വർഷമായിട്ട് അദ്ദേഹം 70 മുതൽ അറിയാം. അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട യോഗ്യത അദ്ദേഹം സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സുതാര്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒളിച്ചുകളികളോ മറച്ചു വയ്ക്കലുകളോ അമർത്തിപ്പിടിക്കലുകളോ ചവിട്ടിപ്പിടുത്തങ്ങളോ ഒന്നുമില്ലാതെ സുതാര്യമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാരിൽ എണ്ണം അവരുടെ കുറവാണെങ്കിലും ഒരാളാണ്. ഇപ്പോഴും അതിന് യാതൊരു കുറവുമില്ല, ആ നിലപാട് തന്നെ തുടരുകയാണ്. ലളിതമായി ജീവിതം നയിക്കുന്ന കാര്യത്തിലും വസ്ത്രധാരണത്തിൽ പോലും ഉദാരവൽക്കരണത്തിൻ്റെ സ്വാധീനമില്ലാതെ ആഡംബരവും വലിയ വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ വാച്ചും വില കൂടിയ കണ്ണാടികളും ഒക്കെ ധരിച്ച് പല രാഷ്ട്രീയ പ്രവർത്തകരും നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ പോലും നമുക്ക് കാണാം. ഇപ്പോൾ ജനങ്ങളിൽ നിന്നോ വ്യത്യാസപ്പെട്ടവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ. ഞാൻ നേതാവാണ്, ഒരു സാധാരണക്കാരനെ പോലെ ഒന്നും പെരുമാറിയിട്ട് കാര്യമില്ല. ചില നേതാക്കന്മാരാണെങ്കിൽ ഷർട്ടങ്ങോട്ട് തേച്ച് ഇങ്ങനെ പറക്കുകയാണ്, ഇങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെ അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കലും കൈ ചേർന്നിരിക്കത്തില്ല, ഇങ്ങനെയാണ് പോകുന്നത്. അതൊക്കെ കാണിക്കുന്നത് എന്താ? ഞാനൊരു സാധാരണക്കാരനല്ല, ഞാനൊരു പ്രത്യേകതരം ആളാണ്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് അതൊന്നുമല്ല കാര്യം. നിങ്ങൾ സത്യസന്ധനാണോ, നീതിമാനാണോ, നിങ്ങൾ സുതാര്യമായി പ്രവർത്തിക്കുന്നോ, നിങ്ങൾ അഴിമതിക്കെതിരെ പോരാടുന്നുണ്ടോ, അഴിമതി കാണിക്കാതിരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, മുമ്പിൽ വരുന്ന എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ മനുഷ്യൻ നോക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുന്ന ഒരു കേരളത്തിലെ ഒരു മുന്നണി നേതാവാണ് ശ്രീ VM സുധീരൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം KSUവിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ SFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ മുമ്പ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞതാണ്, എനിക്ക് കായംകുളത്ത് വെച്ച ചിക്കൻ ബോക്സ് പിടിപെട്ടു. അവിടെ ഒരു ചെത്തൊഴിലാളി ആയിട്ടുള്ള ഒരു സഖാവിൻ്റെ വീട്ടിലാണ്. ആ വീട്ടിൽ കിടത്തി അവരെന്നെ ചികിത്സിച്ചു. ഭേദമായി കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഇതിന് ചെറിയ പാടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ MLA ക്വാർട്ടേഴ്സ് വരുമ്പോൾ, അത് ഞാൻ MLA ഒന്നുമല്ല, MLA ക്വാർട്ടേഴ്സ് വരുമ്പോൾ ശ്രീ സുധീരനോടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാർലമെൻറ്റ് സ്ഥാനമൊക്കെ ഉണ്ട്. ഇവിടെ പുരട്ടേണ്ട ഒരു പ്രത്യേകതരം ഔഷധം അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ വാങ്ങിച്ച് പുരട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാടകം വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ തൻ്റെ എതിർ പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്ന ആളായാൽ പോലും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് യാതൊരു വിഷമമില്ല. ഇവരൊക്കെ പോയി തൊലയിട്ട് അവരോട് നല്ലത് പറഞ്ഞു കൊടുക്കരുത്, പറഞ്ഞു കൊടുത്തവൻ നന്നാവാൻ പാടില്ല എന്നുള്ള ധാരണയാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് പേർക്കൊന്നും ഇല്ലെങ്കിലും പലർക്കും ഉണ്ടായിരുന്നു. ആ ഒരു സ്പീഷീസ് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നാണ് സുധീരനെ പോലുള്ളവരെ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ശ്രീ പ്രതാപൻ അത് ലഭിച്ചതിലും പ്രതാപൻ അഭിമാനിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.